നമസ്കാരം, നെടുമംഗലം പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാർ. 58-48 റോയാണ് സാർ. നാളത്തെ ഡ്യൂട്ടിയുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് സാർ. നിനക്കും വിഷ്ണുവിനും പ്രതി എസ്കോർട്ടാണ് ഡ്യൂട്ടി. കുന്നംകുളം കോടതിയിലേക്ക് നിങ്ങളെ ഒരുമിച്ച് ഡ്യൂട്ടിക്കിരുതെന്ന് CI സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള. പെണ്ണ് കാണാൻ പോണ കാര്യം പറഞ്ഞത് കൊണ്ടാ നിങ്ങളെ ഒരുമിച്ച് ഡ്യൂട്ടി കിട്ടുന്നത്. ശരി സാർ. അവസാനം എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത്. ഇല്ല സാർ. ആ, ഡ്യൂട്ടിയുടെ കാര്യം വിഷ്ണുവിന് പറഞ്ഞേക്കണം. പറയാം സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. പെണ്ണ് കാണാൻ പോണതിന് മുമ്പ് ഇതാണ് സ്ഥിതിയെങ്കിൽ പെണ്ണ് കെട്ടിയാൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടം. അതെ, നിങ്ങളെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്റെ കഷ്ടകാലം ഒന്ന് തന്നെ തുടങ്ങിയത്. ഒരെണ്ണം വെച്ച് തരും ഞാൻ. ഈ കുന്ത് സ്റ്റാർട്ട് ആവണില്ലെന്ന്. ഓ, നീ ഒരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ ഞാൻ അടിച്ച് പാമ്പായി നിൽക്കുമ്പോ ഇതുപോലെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അവള് സൈലന്റ് ആയി, വണ്ടി സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും. മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാറ്. എവിടെ നിന്നിട്ടാണ്? ഇയാളൊന്ന് ഊതിക്കേ. ഊതാൻ എങ്ങനെ? ഒന്ന് ഊതറോ. ഊതാൻ പറയാൻ മുത്തം വെക്കണം. ഊതറോ. സീറ്റ് മാറിയെന്നൊക്കെ ഞാൻ കണ്ട്. ആഹാ, മദ്യപിച്ചിട്ടാണല്ലേ വണ്ടി ഓടിക്കണേ? സാറേ, ഞാനല്ലേ വണ്ടി ഓടിക്കുന്നേ. ഞാൻ ഊതട്ടെ? ഇയാളുടെ ലൈസൻസ് ഉണ്ട്. അതിപ്പം ഈ രാത്രിയിൽ ഓടിക്കാൻ ലൈസൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? രാത്രി ലൈസൻസ് വേണ്ട. എന്നാലും മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്. സർ, എന്താ? ഒരു പ്രാവശ്യത്തേക്ക് വേറെ ഒരു വഴി അല്ല ഇല്ലാത്തോണ്ടാ. പ്ലീസ്. വിടാൻ പാടില്ലാത്തതാണ്. ഞാനിപ്പോ ഡ്യൂട്ടിയിലായതുകൊണ്ട് തൽക്കാലം വിട്ടേക്കണം. താങ്ക് യു സർ. ഓ, അവിടെ സെയിം പാട്ടേക്ക് നിൽപ്പുണ്ട്. ഇതിലേ പോയാൽ മതി. ഉണ്ടാതേടോ, ഈ വഴി ഇതിലേ പോട്ടെ. കാണാം. ഭംഗിയുള്ള ചിരിയുണ്ടോ പോലീസ്? എന്താടാ നിന്നെ എത്ര നേരമായിട്ടാ വിളിക്കുന്നു? നീ എന്താ ഫോൺ എടുക്കാത്തെ? വേറെ വല്ല പെമ്പിളാരോ ഓളായിരുന്നു നീ ചാടി എടുത്താണല്ലോ. അവിടെ ഊത്ത് കിടക്കണം. നീ കാര്യം പറ. എടാ, നമുക്ക് നാളെ ഒരുമിച്ച് ഡ്യൂട്ടി. പ്രതിക്കോട്ടെ. അപ്പൊ നാളത്തെ പെണ്ണുകൾ നടക്കൂല്ലേ? അതേടാ. അപ്പൊ ശരിയടാ, നാളെ കാണാം. ഓക്കേടാ, ശരിയാന്ന് വെച്ചാ. ദൈവമേ, പണിക്കുറ്റങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുതേ ഭഗവാനേ കർത്താവേ. ഇവൻ എന്ന് ഇത് തന്നെ പണി. ജയിലിൽ തിക്കുന്നവരൊക്കെ കഴിഞ്ഞു വരുമ്പോ വണ്ടാഴി പാപം വരുന്നടാ. എവിടെ ഇവ ഇറങ്ങിയ? നീ ഇറങ്ങിയില്ലേ? ഇറങ്ങി വരുന്ന വഴിയാണ് സാറേ. ഓ, അപ്പൊ ഞങ്ങളാണല്ലേ ശകുനം. ശകുനം മോശമാടാ. ഇല്ല സാറേ, സാറുമാരാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. തിരിച്ചിറങ്ങി പോകുമ്പോഴും സാറുമാരൊക്കെ തന്നെ കാണാൻ പറ്റിയല്ലോ. അത് വലിയൊരു ഭാഗ്യമായി. പുതിയ ഓപ്പറേഷൻ വലുതും പ്ലാൻ ചെയ്തോടാ? അയ്യോ ഇല്ല സാറേ, മോഷണം ഞാൻ നിർത്തി. പഴയതുപോലെ സാറുമാരെ ഇടി അടിയൊന്നും ബോഡി താങ്ങുന്നില്ല സാറേ. കുന്നംകുളത്ത് ഒരു പണി ശരിയായിട്ടുണ്ട്. നീ ഉറപ്പാണി അവസാനം ഞങ്ങൾക്ക് പണിയാവാൻ ചെയ്യും. ചെല്ലേ അവൻ ശരിക്കും നന്നായിന്ന് തോന്നണേ. പിന്നെ നന്നാവാതിരിക്കും. നല്ല ഫുഡല്ലടാ ചെയ്യുന്നത്. അത് ശരിയാണല്ലേ. മട്ടനും ബീഫല്ലേ കൊടുക്കണല്ലേ? വെറുതെ അല്ലേ തെണ്ടികൾ ഇങ്ങോട്ട് വീണ്ടും വരണേ സാറേ. എവിടെ ആള്? സാറേ വാടകയാണ്. കള്ളന്മാരെ പിടിച്ച് പറയാൻ മാറിയുന്നേ സാർ സ്നേഹത്തോട് കേട്ടു. അടച്ചോളട്ടെ സാറേ, അവന്മാർ ഓടി പോവാതെ. വിഷ്ണു സാറ് നമസ്കാരം കേട്ടാ. റോയ് സാറിന് കേട്ടാ. മതിര ശ്രദ്ധിച്ചോണം. നാക്കോട് നമ്മളെ കെട്ടിയിട്ട് മുങ്ങണനാ. അറിയാ സാറേ, നമ്മുടെ സ്ഥിരം പുള്ളിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല സാറേ. ശരി, ചെല്ല്. അന്ന് പോവാ. നന്നായിട്ടൊക്കെ കൂട്ടിയിട്ടില്ലേ സാറേ? നീ നടക്ക്.
ഒരു തലവേന നമുക്കൊരു ചായ കുടിച്ചാലോ? പാല് വെള്ളം മേടിച്ചു തരാം, നീ നടന്നേരെ. താങ്ക്സ്. അല്ല വൈകിട്ട് എപ്പോഴും അവിടെ പെണ്ണ് കാണല്ലേ? നമ്മുടെ പെണ്ണല്ലേ, അതിന് കുന്നുമശാന്തനെയല്ലേ കാണാൻ പോണത്. വേറെ ആരും വരാനില്ലാത്തതുകൊണ്ടാ, അല്ലാതെ നിന്നെ വിശ്വാസം ഉണ്ടായിട്ടല്ല. വിശ്വാസം അതല്ലേ അല്ല അല്ലേ? അല്ല. അതെ, ഞാൻ പ്രോഗ്രാം കൂട്ടി വീട്ടിൽ വരാം, നീ അവിടെ റെഡി ആയിരുന്നാൽ മതി. പെണ്ണെങ്ങനെ സുന്ദരിയാണോ? അയാള് സുന്ദരിയാണെന്നൊന്നും അറിയില്ല, പക്ഷെ PhD കാരി. PhD കാരിയാ? എടാ +2 പോലും പാസ്സാതെ എനിക്ക് എങ്ങനെയാ PhD കാരന് കിട്ടണത്? ഇയാളെ നീ കേട്ടിട്ടില്ലേ, ഈ വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു. വിരുദ്ധ ധ്രുവങ്ങളാ ഇതാ കുറെ ആകർഷിക്കും. വിരുദ്ധ ധ്രുവം. ഓരോ പഴം എടുക്കട്ടെ സാറേ, നല്ല നാടൻ പൂന. സാറേ പൂവനാന്ന് പൂവൻ വേണ്ട. പേടായിരുന്നുണ്ടെങ്കിൽ നോക്കായിരുന്നില്ലേ സാറേ? ചുമല ഷർട്ട് ഒന്നും കൂടി അഞ്ഞു വലിച്ചിട്ട് ആ ഗ്ലാസ് കൊണ്ട് ഉള്ളി കയറി കിട്ടിയേ. ആ ഫ്ലോ അങ്ങടാ പോയി. ആ ഇതെവിടെ സാറേ? ജെയിംസ് ചേട്ടാ, ഞാൻ കരുതി പോയി കാണുന്നു. ആരാടത്? എൻ്റെ കൂട്ടുകാരാ സാറേ, സെബാസ്റ്റ്യൻ. അതിനിപ്പോ എന്താ, ഇവിടെ വെച്ച് സംസാരിക്കാനോ കാണാനൊന്നും പറ്റില്ല, അത് ചെയ്യില്ല. സാറ് വക്കീലിന് കൊടുക്കാൻ കുറച്ച് കാശുണ്ടായിരുന്നു. എനിക്ക് വേറെ വഴിക്ക് പോകാനുള്ളതാണ് സാറേ, ഇതൊന്ന് കൊടുത്തോട്ടെ സാറേ. സാറേ നടക്കില്ലേ ജെയിംസേ? എൻ്റെ സാറേ, വക്കീൽ കോടതിയിൽ വരുമ്പോൾ കൊടുക്കാനുള്ള കാശ ഒന്ന് വാങ്ങിക്കട്ടെ സാറേ. ഒരു ജെയിംസേ, സഹായം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്താണ് സാറേ, ഇതൊന്ന് കൊടുക്കണല്ലോ ഉള്ളൂ. എന്താ സാറേ പ്ലീസ്? എന്നാ കൊടുക്ക്. ആ ഇത് കട്ടത് പിടിച്ചു കുറച്ചാണോടാ? എൻ്റെ സാറേ, ഭാര്യയുടെ മാല പണയം വെച്ചിട്ട് കൊണ്ടുവന്നാണ്. ജെയിംസിനെ കാണാട്ടാ, മോള് ഹോസ്പിറ്റലാണേ, സുഖമില്ല, ശ്വാസം മുട്ടൊക്കെ ആയിട്ട്. ഞാൻ വന്ന് കണ്ടോളാട്ടാ. ശരി. നീ ജമ്മാശുപത്രിയിൽ ട്യൂഷൻ ഡോക്ടറെ കാണിച്ചോ? ആ അതൊക്കെ അവൻ കാണിച്ചോളൂ, നീ കയറുന്നേ. നല്ല ഡോക്ടർ സാറേ. ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കും. അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. സാറേ സാറിന്റെ മുണ്ട് മുണ്ട് സാറേ, സാറേ സൺഗ്ലാസ് വെച്ച് നന്നായിട്ടാ. അല്ലെങ്കിൽ മറ്റേ പൊള്ളലായിട്ട് ചത്തനെ എന്തൊരു നോട്ടാ സാറേ. ആ സാറേ ബസ് വാടാ, സാറിന് സ്റ്റാൻഡേർഡ്. മുട്ടല്ലോ. അതൊക്കെ നിനക്ക് തോന്നിയില്ല. അയ്യോ സാറേ, ഇടി കൊണ്ട് ബ്ലാഡറൊക്കെ പഞ്ചറായി കിടക്കുക. എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. നിക്കറും മുണ്ടും നനഞ്ഞ കോടതി അകം നാറുണ്ട് സാറേ. എന്റെ കർത്താവ്, ഇത് വലിയ ശല്യല്ലോ. അങ്ങോട്ട് എങ്ങനെ മാറി നോക്കിക്കടാ. ഞാൻ ഓടിപ്പോന്നില്ല. അതെനിക്കറിയടാ. കറുത്ത കൗണിട്ട മാലാക ഇതൂടെ കഴിച്ചാൽ ഫ്രീ ആയിട്ട് തരാടാ. അതോടെ ഇരുന്നോട്ടെ. ആ ഒന്നാ വേണ്ട, നന്നായി വരും സാർ. നിന്റെ കാല് പിടിച്ചതല്ല. അത് ശരി. ചെല്ല്, അവിടെ ഇരുന്നാ മതി. നീ അവിടെ ഇരുന്നാ മതിരാ. തന്തവിന്റെ മുണ്ട് സാറന്മാരെടുത്തോ. കഴിയില്ലെങ്കിൽ ഒരു ഒറ്റെണ്ണത്തിനും കാണാനില്ലല്ലോ. മീനേ മീന് മീനേ, ചേച്ചി മീൻ വേണ്ടേ? മീൻ മീൻ നല്ല പെട്ടക്കിന് അതിലോട് നിന്നിട്ടുണ്ട്. ഈ തവളക്കാലം എവിടുന്ന് പൊട്ടി വരുന്നു? എക്സ്ക്യൂസ് മീ, ഈ മുണ്ട് ഞാൻ എടുക്കണേ. പോലീസുകാരും ഇങ്ങനെ ഓടിക്കുന്നത്.
ഞാൻ അവിടെ നോക്കാം. അയ്യോ ചേട്ടാ, ഓടി വായോ. ദേ ഇവിടെ കള്ളൻ പോലീസ്. എന്തേ കണ്ട കണ്ടു എന്നിട്ട് എന്താ പിടിക്കാഞ്ഞേ പിടിക്കേ പോടു അവൻ നിക്കണവിടെ. പോയി വാടാ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ല എന്നാണോ നിങ്ങളുടെ പരാതി? അല്ലല്ല, സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി. ബണ്ട് നിർമ്മാണത്തിന്റെ അപാത കൊണ്ടാണ് കഴിഞ്ഞ വർഷം കൃഷി നശിച്ചത്. ഇത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. പോലീസ് പൊന്തില്ല, തൊപ്പി പൊന്തി. കളറ് കിട്ടി പോലീസുകാർ കൊള്ളാം. നീ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ കുളിക്കായിരുന്നു. സാറുമാർ ഇവിടെ കുളിക്കുന്നുണ്ട്. എവിടാ ജെയിംസ്? ജെയിംസ് ആണ് എന്റെ മുന്നും പറിച്ചോണ്ട് ഓടി. നടക്കടാ.